ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ദ ഡിബേറ്റ്. ഇടതുപക്ഷം നന്നായി തോറ്റ കേരളത്തിൽ തോൽവിയുടെ മറപറ്റി പാർട്ടിയെ ഉന്മൂലനം ചെയ്യാൻ പ്രതിപക്ഷത്തിൻ്റെ കൊട്ടേഷൻ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയാണ്. ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ CPM ഓരോ തലത്തിലും തലനാരിഴകീറി നടത്തിയ ധീരമായ സ്വയം വിമർശനങ്ങൾ പോലും പാർട്ടിക്കെതിരെ വിഷം പുരട്ടിത്തൊടുക്കാനുള്ള അമ്പുകളായിത്തീരുന്നു. വാസ്തവം മറച്ച് പെരും നുണകൾ പ്രചരിപ്പിക്കുന്നു. എത്ര വേട്ടയാടിയാലും ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്ന പാർട്ടി രീതിയിലൂടെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ആവശ്യമായ തിരുത്തൽ വരുത്തി പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് ഇനി സാധ്യമാണോ? അപവാദ പ്രചരണങ്ങൾ ഉണ്ട് എന്നത് സമ്മതിച്ചാൽ തന്നെ സഖ്യകക്ഷിയായ CPIയുടെ വിമർശനങ്ങളെ എങ്ങനെ പാർട്ടി വ്യാഖ്യാനിക്കും? ഒരു മാധ്യമം എന്ന നിലയിൽ കേരളത്തിൻ്റെ ഇടതുപക്ഷം തകർന്നുപോയെന്നോ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെളിയിക്കപ്പെട്ടെന്നോ ഉള്ള പൊതുബോധത്തോടൊപ്പം നീന്താൻ തൽക്കാലം ഞങ്ങളില്ല. അതുകൊണ്ട് തന്നെ തോൽവിക്ക് ശേഷമുള്ള പാർട്ടിയുടെ തെറ്റുതിരുത്തലുകളെ നമ്മൾ സമീപിക്കുന്നതിൽ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ എന്ന സ്വയം വിമർശനത്തിലൂന്നിയ തുറന്ന ചർച്ചയാണ് ഇത്. ചോദ്യം ഇതാണ്: തിരുത്താനോ തീർക്കാനോ? സമീപകാലത്ത് CPMനെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും ഉയർന്ന ചില ആരോപണങ്ങളും അതിലെ വാസ്തവവും നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും ഒടുവിലായി വന്നത് PSC അംഗത്വത്തിന് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ പേരു പറഞ്ഞ് പണം വാങ്ങിയെന്ന വിവാദമാണ്. എന്നാൽ ആ വിവാദം കത്തിച്ചു നിർത്തിയവർ പരാതി നൽകിയത് മുഹമ്മദ് റിയാസ് ആണ് എന്നത് മറച്ചുവെക്കുന്നു എന്നതാണ് CPMൻ്റെ ആരോപണം. KSEBയിൽ വൈദ്യുതി വിച്ഛേദിച്ചത് മാത്രം ചർച്ചയാവുകയും ഒരു പകലും ഒരു രാത്രിയും മുഴുവൻ ആ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ അക്രമം മറച്ചുവെക്കുന്നു എന്നതാണ് മറുഭാഗം. CMRL വിവാദത്തിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണത്തിൻ്റെ ശരങ്ങൾ എയ്യുന്നു. എന്നാൽ 8 വർഷത്തിനിടയിൽ പല കേന്ദ്ര ഏജൻസികൾ മാറി മാറി അന്വേഷിച്ചിട്ടും കേരളത്തിൽ പലതവണ കറങ്ങി അന്വേഷിച്ചിട്ടും ഒരു ഏജൻസിക്കും പിണറായി വിജയനെ പ്രതി ചേർക്കാൻ സാധിച്ചിട്ടില്ല. ഇനി സ്വപ്ന സുരേഷിനെ മുൻനിർത്തി ആരോപണങ്ങൾ ഒരുപാടുണ്ടായി. സ്വർണം കടത്തി, ഡോളർ കടത്തി, അത് ചെമ്പുപാത്രത്തിൽ കടത്തി, ചെമ്പ് ബിരിയാണിയിൽ കടത്തി, ബിരിയാണി ചെമ്പിൽ കടത്തി, ഖുറാൻ എന്നിങ്ങനെ പല പല ആരോപണങ്ങളുടെ പെരുമഴ പെയ്യിച്ചു. വാസ്തവം ഇതിലൊന്നിലും CPMൻ്റെ നേതാക്കളെ പ്രതി ചേർക്കാൻ സാധിച്ചില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക്. നിലവിൽ സ്വപ്ന സുരേഷ് ചിത്രത്തിലേയില്ല. SFIയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ SFI അക്രമം നടത്തുന്ന സംഘടനയെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഒരു ശ്രമമുണ്ടായി. എന്നാൽ അതേസമയം മട്ടന്നൂരിലെ പഴശ്ശിരാജ കോളേജിലടക്കം മറ്റു സംഘടനകളും അക്രമം നടത്തുന്നു എന്നത് SFIയുടെ പ്രവർത്തനങ്ങളെ കാണുന്നവർ കാണാതെ പോയി. സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല എന്നത് വൻ പ്രചരണ വിഷയമാക്കി മാറ്റി മറിയക്കുട്ടിയുടേതടക്കമുള്ള വിഷയങ്ങൾ പ്രചരണത്തിന് ഉപയോഗിച്ചു. വാസ്തവം മറുഭാഗത്ത് കേന്ദ്രവിഹിതം കിട്ടാത്തത് മറച്ചുവെക്കുന്നു എന്നതും. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിച്ചു എന്നത് വ്യാപകമായ പ്രചരണമാക്കി മാറ്റി. എന്നാൽ ലഭിച്ചത് നികുതി വിഹിതമായി ലഭിക്കേണ്ടവ എന്ന് പറയുന്നില്ല. നികുതി വിഹിതം 2736 കോടി രൂപ, IGSTയുടേത് സെറ്റിൽമെൻറ്റിനായുള്ള 1386 കോടി രൂപ, കേരളത്തിന് അർഹമായ 13650 കോടി രൂപയുടെ വായ്പാനുമതി കേന്ദ്രം നിഷേധിച്ചത് മറച്ചുവെക്കുന്നു. AKG സെന്റർ ആക്രമണത്തിൽ CPM ആസൂത്രണം ചെയ്തത് എന്ന നിലയിൽ മാസങ്ങളോളം സംസാര വിഷയമാക്കി. ചർച്ച കിട്ടിയോ എന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. ഒടുവിൽ പ്രതികളെ പിടിച്ചപ്പോൾ അവർ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് വന്നപ്പോൾ അതിന് ആദ്യം കൊടുത്ത പ്രചാരം നൽകാതെ പോയി. ഇതൊക്കെയാണ് അടുത്ത കാലത്ത് CPMനെ ചൊടിപ്പിക്കുകയും CPMനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത പ്രചരണ തന്ത്രം. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം സംബന്ധിച്ച ചർച്ച മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷൻ ഇന്ന് ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞു. ശ്രീജിത്തിനോട് കനകോലു സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യക്തിഹത്യയാണ് നടക്കുന്നത്. വ്യക്തിഹത്യ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ഏറ്റെടുത്തിരിക്കുന്നുവെന്നും MV ഗോവിന്ദൻ റിപ്പോർട്ടിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റേണ്ടതില്ല എന്നാണോ? അല്ല, എന്താണ് മാറ്റേണ്ടത് നിങ്ങൾ പറയാം. അതായത് ഇപ്പോൾ ഈ പൊതുവായി ഒരു മൈക്ക് കേടായപ്പോൾ മൈക്ക് കേടായതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണോ മാറ്റേണ്ടത്? അല്ല, അത്തരത്തിൽ അത് വേറെ എന്താണ് അതായത് മറ്റേ ഒന്നും പറയാനില്ലാന്ന് വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്യണം. ഒരു കാര്യമില്ലാതെ ഒരു ഗൗരവമില്ലാത്ത പ്രശ്നമാണ് നിങ്ങൾ പർവ്വതീകരിക്കുന്നത്. അത് നിങ്ങൾക്ക് കനുകോലു സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യക്തിഹത്യയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മാധ്യമങ്ങളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഹത്യ നടത്താൻ വേണ്ടിയിട്ട് അത്
ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് നിങ്ങൾ എടുത്തിരിക്കുകയാണ്. അതാണ് പ്രതിപക്ഷ നേതാവും സുധാകരനും കനുകോലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഈ ബോഡി ലാംഗ്വേജ് തന്നെ മാറിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ എന്തിനും ചീത്ത പറയുക, ആരെ പറ്റിയും പറയുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അതിഥികളായ നമുക്കൊപ്പം കോൺഗ്രസിൽ നിന്നും KP നൌഷാദ് അലി, BJPയിൽ നിന്നും സന്ദീപ് വാര്യർ, CPMൽ നിന്നും A റഹീം എന്നിവർ. ആദ്യം ശ്രീ A റഹീമിലേക്ക്. ഒരു പൊതുബോധം കേരളത്തിൽ CPMനെ തീർക്കാൻ വേണ്ടി രൂപപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ പലതരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്, പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും ആ പൊതുബോധത്തിനോടൊപ്പം ഞങ്ങൾ നീന്താനില്ല എന്ന തിരിച്ചറിവിൽ കൂടിയാണ് നമ്മൾ ഈ തുറന്ന ചർച്ച സംഘടിപ്പിക്കുന്നത്. ശരിയാണ്, തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെട്ടു. പക്ഷേ വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു. അത് പാർട്ടിയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും കനുകോലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണമാണെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു. പക്ഷേ അപ്പോഴും പ്രസക്തമായൊരു ചോദ്യം, കോൺഗ്രസിൻ്റെ വിമർശനങ്ങളെ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, മാധ്യമങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയെക്കുറിച്ച് നമുക്ക് പ്രതിരോധം ഉന്നയിക്കാം, പക്ഷേ CPIയുടെ വിമർശനങ്ങളെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കുക ശ്രീ A റഹീം? കനുകോലു സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. അതായത് പൊതുബോധം ഉണ്ടാവുകയല്ല, പൊതുബോധം ഉണ്ടാക്കുകയാണ്. മാസ് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന പുസ്തകം, അല്ലെങ്കിൽ ഒട്ടനവധി സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് മാസ് സൈക്കോളജി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുക, നിർമ്മിച്ചെടുക്കുക, വ്യാജസമിതികളുടെ നിർമ്മിതി എന്നെല്ലാം തുടങ്ങി ഒരുപാട് തിയറികളുണ്ട്. ഞാൻ തിയററ്റിക്കലായിട്ടൊന്നും പോകുന്നില്ല. ലളിതമായി പറഞ്ഞാൽ CPIയെപ്പോലും അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം, ഇടതുപക്ഷത്തുള്ളവരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം വലിയ തോതിൽ വലിയ പ്രൊപ്പഗാൻഡ, പ്രചാരവേല ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാർട്ടി അഭിപ്രായം പറയുന്നത്, ഞാൻ ഒരിക്കലും CPI ആ അർത്ഥത്തിൽ കുറ്റം പറയുന്നില്ല, അത് കഴിഞ്ഞു. ഞാൻ അത്തരമൊരു വിവാദത്തിലേക്കോ ഏറ്റുമുട്ടലിലേക്കോ പോകാൻ ഉദ്ദേശിക്കുന്നേയില്ല. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ കൂടി ഉണ്ടാകണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. എതിർപക്ഷത്ത് വലതുപക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല ഇന്നത്തെ കാലം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഞാനത് പറഞ്ഞതാണ്, ഗോവിന്ദ മാഷ് പറഞ്ഞതാണ്, ഞങ്ങളത് ആഗ്രഹിക്കുന്നേയില്ല. എന്തുകൊണ്ട് അവർ പോലും ഉന്നയിച്ചു എന്ന ചോദ്യം ഉന്നയിച്ചാൽ അവരെപ്പോലും സ്വാധീനിക്കുന്ന വിധം വലിയ പ്രൊപ്പഗാൻഡ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നു വരുന്നു, SFIക്കെതിരെ ഉയർന്നു വരുന്നു. നേതൃത്വം എന്ന് പറയുമ്പോൾ നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയൻ മുതൽ ഇങ്ങു താഴേക്ക് വിവിധ പാർട്ടി നേതാക്കൾ, അതിൻ്റെ താഴേക്ക് യുവജന നേതാക്കൾ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള ഇനി അടുത്തു വരാവുന്നൊരു ജനറേഷനെ പോലും ഇകഴ്ത്തിക്കാണിക്കാൻ, ഡീഗ്രേഡ് ചെയ്യാനുള്ള സംഘടിതമായ നീക്കം നടക്കുന്നു. ഇതൊരു പ്രൊപ്പഗാൻഡ രീതിയാണ്. വസ്തുതകളൊന്നുമില്ല. എന്തെങ്കിലും വസ്തുതയുണ്ടോ? വസ്തുതയുടെ ഇത്തിരി വെട്ടം പോലുമില്ലാതെ വ്യാപകമായി അടച്ചാക്ഷേപിക്കുക. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സഖാവ് PM മുഹമ്മദ് റിയാസിനെതിരെ വന്ന ശക്തമായ ആരോപണം. ഇതെല്ലാം ഇങ്ങനെയാണ്, ഇതെല്ലാം വ്യാജ ആരോപണങ്ങളാണ്. അപ്പോൾ വ്യാജ ആരോപണങ്ങളിലൂടെ ബോധപൂർവം ഒരു പ്രതീതി നിർമ്മാണമാണ് ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ വളരെ ക്ലിയറാണ്. 2021 ഒരു തുടർഭരണം ഉണ്ടാവുക എന്നത് എല്ലാ ശക്തികളെയും, ഞങ്ങളുടെ എതിരായ എല്ലാ വലതുപക്ഷ ശക്തികളെയും ഞെട്ടിപ്പിച്ച സംഭവമാണ്. നോക്കൂ ശ്രീ അരുൺ, 1957 ഒന്നാമത്തെ EMS സർക്കാർ അധികാരത്തിൽ വന്നു. അത് അത്ഭുതകരമായൊരു വരവായിരുന്നു. അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള പ്രചരണോപാധികൾ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു എന്നും കേരളത്തിൽ മാധ്യമങ്ങളെപ്പോലും അതിനുവേണ്ടി പെയ്ഡ് ചെയ്തുവെന്നും പിന്നീട് തെളിയിക്കപ്പെട്ടു. പാട്രിക് മൊയ്നിഹാൻ്റെ പുസ്തകമുണ്ട്, എ ഡേഞ്ചറസ് പ്ലേസ്. അതിൽ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. 1957 ശേഷം 21 മറ്റൊരു മാജിക്ക്, ഒരു പൊളിറ്റിക്കൽ റെവല്യൂഷൻ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നത്. അത് 2021 99 സീറ്റ് നേടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുടർ ഭരണം എന്ന മാജിക്കിലേക്ക് വരുന്നു. അതും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകുന്നു. ഞാൻ ചോദിക്കട്ടെ, 57 ശക്തികൾ അതിനെതിരെ പ്രതികരിച്ചു, പ്രവർത്തിച്ചു എന്നുള്ളത് വസ്തുതയാണെങ്കിൽ 2021 അവരുടെ റിസോഴ്സ്, അവരുടെ ശക്തി 10 മടങ്ങ് ഇരട്ടിയാണ്. അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത് ഒരു പരിധിവരെ ജനാധിപത്യവാദി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നെഹ്റു ആണെങ്കിൽ ഇന്നതല്ല, നരേന്ദ്രമോദിയും BJP ഗവൺമെൻറ്റുമാണ്. 21 ശേഷം സംഘടിതമായ കടന്നാക്രമണം ഉണ്ടായി എല്ലാ അർത്ഥത്തിലും. അത് ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ, ധനപരമായി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിലാകട്ടെ, മറ്റെല്ലാ കാര്യത്തിലും വലിയ തോതിലുള്ള കടന്നാക്രമണം. 2021 ശേഷം കേരളത്തിലെ എല്ലാ വലതുപക്ഷ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി അവർ വലതുപക്ഷ ശക്തികളാകെ ശക്തമായി ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു. എതിരാളികൾ ഒന്നടങ്കം നിൽക്കുന്നു. ഇപ്പോൾ നോക്കൂ, UDF ആകെ നിൽക്കുന്നു, BJP ആകെ നിൽക്കുന്നു. ഞങ്ങൾക്കെതിരെ നിൽക്കാൻ സാധ്യതയുള്ള എല്ലാ ശക്തികളും, അങ്ങനെ പ്രത്യക്ഷവും പരോക്ഷവുമായി എല്ലാവരും നിൽക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഇവർ നിർമ്മിച്ചെടുക്കുന്ന വലിയൊരു പ്രതീതിയുണ്ട്. ആ പ്രതീതി നിർമ്മാണം എന്താണ്? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മഹാമോശമാണ്,
അതിലൊരു നരേഷൻ കൊണ്ടുവരികയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ രീതികൾ, ഇതെല്ലാമാണ് പ്രശ്നം എന്നൊരു നരേഷൻ കൊണ്ടുവരുന്നു. 2021 മുമ്പുണ്ടായിരുന്ന ഒന്നാം പിണറായി സർക്കാർ അത്യുജ്വലമായിരുന്നു, ഈ ഗവൺമെൻറ് അത്ര പോരാ എന്നൊരു നരേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന, ഇടതുപക്ഷ ബോധത്തെ വാർത്തെടുക്കാൻ കഴിയുന്ന, നിർണായകമായ ഇടപെടൽ നടത്തുന്ന ഒരു സംഘടന എസ് എഫ് ഐ ആകെ കുഴപ്പമാണ് എന്നൊരു പൊതുബോധത്തെ നിർമ്മിച്ചെടുക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്കെതിരായ ഒരു പൊതുബോധത്തെ നിർമ്മിച്ചെടുക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കരുത്തായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ പക്ഷെ അപ്പോഴും ഇപ്പോൾ ഡിവൈഎഫ്ഐ കൊടുത്ത പൊതിച്ചോറിനെ പൊതുസമൂഹത്തിൽ വളരെയധികം സ്വീകാര്യത കിട്ടുകയും അത് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ തന്നെ ആ പൊതിച്ചോറിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷെ അതേ ഡിവൈഎഫ്ഐ ഹെൽമറ്റ് കൊണ്ടും ഒപ്പം പൂച്ചട്ടി കൊണ്ടും തലക്കടിക്കുമ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ പോലും ഒരുപക്ഷെ പ്രചരണ രംഗത്ത് ഒരു ട്രോളാൻ വേണ്ടുന്നൊരു വിഷയമാക്കി മാറ്റിയത് മുഖ്യമന്ത്രി തന്നെയല്ലേ? അതായത് അങ്ങനൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലേ ശ്രീ റഹീം? അത് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തും, അത് ആ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തും. ഇന്നും ഇപ്പോൾ സന്ദീപ് വാര്യരും നൗഷാദ് അലിയും പറയാൻ പോകുന്നത് രക്ഷാപ്രവർത്തനം എന്നുള്ളൊരു വാക്കായിരിക്കും. അപ്പോൾ ആ രക്ഷാപ്രവർത്തനം എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ അത് പാർട്ടിക്കെതിരെയുള്ള ബോധപൂർവമായ പ്രചരണ വേലയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഞാനൊരു സംശയം കൊണ്ട് ചോദിച്ചതാണ് റഹീം. ഞാൻ പറയാം, അങ്ങ് വ്യക്തത വരുത്തി പോകേണ്ട കാര്യം തന്നെയാണ്. ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ UDF കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിലാണ് ഉമ്മൻചാണ്ടിയെ UDF മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കാൻ പോയപ്പോൾ, ഒരു പൊതുപരിപാടിയിലേക്ക് പോയപ്പോൾ, അവരുടെ രാഷ്ട്രീയ പരിപാടികളിലേക്കോ പൊതുപരിപാടിയിലേക്കോ കരിങ്കൊടി കാണിക്കാൻ പോയപ്പോഴൊക്കെ ഇത്തരം സംഘർഷങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർമ്മിക്കുകയാണ്, അന്നത്തെ ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാണിച്ച നമ്മുടെ കൊല്ലത്തുള്ള കൊട്ടിയത്ത് വെച്ച് DYFI പ്രവർത്തകരുടെ മേൽ ഉമ്മൻചാണ്ടിയുടെ പൈലറ്റ് വാഹനം ഇടിച്ചു കയറ്റി. അന്നുണ്ടായ സംഭവമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. എങ്ങനെ ഉണ്ടാകും? അപ്പോൾ അത് ക്ഷണിച്ചു വരുത്താൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് ബോധപൂർവം പദ്ധതി ഇടുന്നത്. നോക്കൂ എങ്ങനെയായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാം. ആദ്യത്തെ ആ നവകേരള സദസ്സ് എന്ന ഏറ്റവും നോവലായിട്ടുള്ള ഒരു ആശയത്തെ ആദ്യം ടാർണിഷ് ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് അതിലേക്ക് കൂടി പോകണമല്ലോ. എന്തായിരുന്നു? ആഡംബര ബസ് ഇല്ലേ? പിന്നെന്തായി ആഡംബര ബസ്സിൻ്റെ കഥ? അങ്ങ് പറയൂ. നേരത്തെ കാർഡുണ്ടാക്കി കാണിച്ചതിൻ്റെ കൂട്ടത്തിൽ കാണിക്കേണ്ട ഒന്നായിരുന്നു അത്. ആഡംബര ബസ്സായിരുന്നു. അല്ല, ഇത് ധൂർത്താണ്, ആഡംബര ബസ്സാണ്, നക്ഷത്ര യാത്രയാണ് എന്നൊരു നരേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ നരേഷൻ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പൊളിഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു? ഈ വിഷയത്തെ അതിന് വലിയ സ്വീകാര്യത വർദ്ധിച്ചു വരും എന്നായപ്പോൾ അതിനെ പൊളിക്കണം. അതിനെ പൊളിക്കാൻ വേണ്ടി ബോധപൂർവം വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ സ്വാഭാവികമുണ്ടായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി ഈ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? രണ്ടും രണ്ടായി കാണണ്ടേ? ഈ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചതിനെയാണോ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമായി പറഞ്ഞതല്ല. അതിനുശേഷമുണ്ടായ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളെയാണോ അദ്ദേഹം രക്ഷാപ്രവർത്തനമായി പറഞ്ഞതല്ല. അങ്ങനെ ഉണ്ടായ എല്ലാ സന്ദർഭങ്ങളിലും അനിഷ്ട സംഭവങ്ങൾ ഇല്ലെങ്കിൽ DYFIക്കാരായ ആളുകൾ നടത്തിയ പ്രകോപനങ്ങൾ, അല്ലെങ്കിൽ പ്രകോപനം എന്ന് പറഞ്ഞാൽ പ്രതിരോധങ്ങൾ, എല്ലാം കേസിന് വിധേയമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേസ് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യാതിരുന്നിട്ടുണ്ടോ? നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോയി. മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ആദ്യത്തെ ദിവസം പയ്യന്നൂരിൽ വെച്ച് ഞാൻ വരുമ്പോൾ റോഡിൻ്റെ ഇരുവശത്ത് എൻ്റെ വാഹനത്തിലേക്ക് എടുത്തു ചാടാൻ ശ്രമിക്കുന്നു, അവരെ പുറകെ നിന്ന് വരുന്നവർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ആ ഒരൊറ്റ വേടനെ എടുത്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നരേഷൻ ബിൽഡ് ചെയ്തത്. നിങ്ങൾ നവകേരള സദസ്സിലൂടെ ശരി, ഇങ്ങനെ എടുത്തു ചാടാൻ പാടില്ല, എടുത്തു ചാടിയാൽ അപകടമുണ്ടാകും. പക്ഷേ ഏതെങ്കിലും വിദ്യാർത്ഥികളോ ചെറുപ്പക്കാരോ ഇതേപോലെ ഈ സമരക്കാരെ നേരിടുന്നതിന് ഞങ്ങൾ എതിരാണ്, അത് പോലീസ് നോക്കിക്കോളും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ആ രക്ഷാപ്രവർത്തനം എന്നുള്ളൊരു വാക്ക് ഈ സർക്കാരിന്റെ വിലയിരുത്തലിലൊരു ട്രോൾ വാക്കായി വരില്ലായിരുന്നു എന്നതാണ് എൻ്റെ പക്ഷം. താങ്കൾക്ക് അതിന് മറുപടി പറയാനുണ്ടാവും. അത് താങ്കൾ മറുപടി പറയാം. ഞാൻ മറ്റു അതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ CPIയുടെ വിലയിരുത്തൽ താങ്കൾക്ക് കാണാം. ഒരു നിമിഷമേ എടുക്കുള്ളൂ. പറഞ്ഞോളൂ. ഒരു നിമിഷമേ വരുള്ളൂ, ഒറ്റ നിമിഷം. അതായത് താങ്കൾ പറയുന്നു അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നൊരു ആപേക്ഷികമായ ചോദ്യമാണ്. അതല്ലായിരുന്നുവെങ്കിൽ വേറൊരു ടെക്സ്റ്റ് വെച്ച് ചാമ്പ്യനെ, ഇത് പറഞ്ഞില്ലെങ്കിൽ വേറെ എടുത്തേനെ. അങ്ങനെ ഒരു ടെക്സ്റ്റ് കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രത മുഖ്യമന്ത്രി കാണിക്കേണ്ടത് എന്നതാണ് എന്റെ ചോദ്യം. ഒരു ജാഗ്രതയുടെയും പ്രശ്നമല്ല. നിങ്ങൾ നോക്കൂ, എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആഡംബര യാത്രയെക്കുറിച്ച് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതായിരുന്നല്ലോ.
ആഡംബരയാത്ര പിന്നീട് വിട്ടു. അല്ല, ശരിയാണ്. ആഡംബരയാത്ര പിന്നീട് മുഖ്യമന്ത്രി തന്നെ ക്ഷണിച്ചു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ ആഡംബരമില്ല എന്നത് ബോധ്യമായി. അതൊരു സാധാരണ ബസ്സാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി വിവാദം അവസാനിച്ചു. അത് പ്രതിപക്ഷം സ്വാഭാവികമായി സംശയം ഉന്നയിക്കും. നമ്മൾ ആ ബസ് കണ്ടിട്ടില്ല, ആ ബസ് മാധ്യമങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചും മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചുമാണ് കണ്ണൂരിൽ കൊണ്ടുവന്നത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ശരി, അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് നമുക്ക് പോകണം. നമുക്ക് ഒട്ടേറെ വിഷയങ്ങളുണ്ടല്ലോ ചർച്ച ചെയ്യാൻ. ഞാൻ നൗഷാദ് അലിയിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ CPIയുടെ ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ്. സർക്കാരിന്റെ നയം, നിലപാട് എന്നിവ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായി. നയങ്ങൾ ജനപക്ഷത്തു നിന്ന് സ്വീകരിക്കുന്നതിൽ സർക്കാരിന് പിഴവ് വന്നു. ഇത് കനകോലു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലല്ല. CPIയുടെ സംസ്ഥാന നേതൃതലത്തിലുള്ള സമിതി വിലയിരുത്തിയതാണിത്. നേതൃയോഗങ്ങൾ വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ CPI എക്സിക്യൂട്ടീവിലാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിമർശനങ്ങൾ വന്നിരിക്കുന്നത്, സംസ്ഥാന എക്സിക്യൂട്ടീവിൽ. അതിനെ എങ്ങനെയാണ് കാണുക പാർട്ടി? അതിനെ പോസിറ്റീവായിട്ട് കാണുമോ, അതല്ല കനകോലു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കാണുമോ റഹീം? എന്നോടാണ് ചോദ്യം. അതെ റഹീം, ചുരുങ്ങിയ വാക്ക്. CPIയുടെ ഔദ്യോഗികമായ എന്തെങ്കിലും വിശദീകരണമാണോ? CPIയുടെ കമ്മിറ്റിക്ക് ശേഷം ഇറക്കിയ ഔദ്യോഗികമായ പ്രതികരണമാണോ? അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാണ്, അതായത് സോഴ്സ് ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പത്രപ്രസ്താവന ഇറങ്ങിയിട്ടില്ല, അത് നാളെ കഴിയുമ്പോഴേ വരത്തുള്ളൂ. നിങ്ങളുടെ സോഴ്സിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് നന്നായിട്ട് അറിയുന്നയാളാണ് ഞാൻ. കാരണം ഞാനിരുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കാത്ത വാർത്തകൾ ഇല്ലെങ്കിൽ നടക്കാത്ത ആംഗിളുകൾ പ്ലാൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നവരാ നിങ്ങൾ. ഞാനിരുന്ന ജില്ലാ കമ്മിറ്റിയിൽ ഒട്ടുമേ ബന്ധമില്ലാതിരുന്ന കാര്യങ്ങൾ വാർത്തയാക്കുന്നവരാ നിങ്ങൾ. അപ്പോൾ പിന്നെ CPIയുടെ കാര്യത്തിൽ ഈ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തതിന് ഞാൻ മറുപടി പറയണമെന്ന് പറയുന്നതിനും സാധിക്കാത്ത പറയാം. ഇന്ന് രാവിലത്തെ കാര്യം എടുക്കുക. ഒറ്റ മിനിറ്റ് പറയട്ടെ. എന്തായിരുന്നു MA ബേബിയുടെ കാര്യത്തിൽ? ശരിയാണ്, ആർട്ടിക്കിളുമായിട്ട് തെറ്റിദ്ധരിച്ച് മാധ്യമങ്ങളെല്ലാം അത് ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തു. തെറ്റിദ്ധരിച്ചറിഞ്ഞ ഉടനെ തന്നെ നമ്മളത് പിൻവലിക്കുകയും ചെയ്തു. നമ്മളത് ഹെഡ്ലൈനിലോ ബാക്കിയുള്ള കാർഡുകളിലോ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുമില്ല, നമ്മളത് ക്യാരി ചെയ്തിട്ടുമില്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റിയിരുന്നു ആ വിഷയത്തിൽ. അത് റിപ്പോർട്ടർ ബാക്കിയുള്ളവരോ? അതെ, ശരിയാണ്. എങ്ങനെയാണ് അരുൺ അത് പറയുമ്പോഴേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അത് പറയുമ്പോൾ എങ്ങനെയാണ് ഒരേ ടെക്സ്റ്റ് ഒരേ തെറ്റ് എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടിയത്? അതായത് പ്രചരിക്കപ്പെട്ടതാണ്. അതിലെനിക്ക് തർക്കമില്ല, കാരണം അതിൽ തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? KP നൗഷാദ് അലി, നോക്കൂ, ഇവിടെ റഹീം പറയുന്നതിൽ ചില കാര്യങ്ങളില്ലേ? ഒരു തോൽവി സംഭവിച്ചു, 2019 തോൽവി സംഭവിച്ചു. ഇത്തവണ CPM-നേക്കാൾ കൂടുതൽ വോട്ട് നഷ്ടപ്പെട്ടത് കോൺഗ്രസിനാണ് കണക്കിന്റെ അടിസ്ഥാനത്തിൽ. അത് നമ്മൾ മറച്ചു വയ്ക്കുന്നു. ശരി, പോട്ടെ. ഇതൊരു ഭരണവിരുദ്ധ വികാരമാണെന്ന് CPI വിലയിരുത്തിയതായിട്ട് ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്നു. അത് ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ പാർട്ടിയെ തറടിച്ച് കാണിക്കാനുള്ള ഒരു വലിയ പ്രചാരണ പ്രവർത്തനം നടക്കുന്നു, ഒരു പ്രചണ്ഡമായ പ്രചരണം നടക്കുന്നു. അതിന് മാധ്യമങ്ങളെ അടക്കം ഉപയോഗിക്കുന്നു. അതിന് കനകോലു സിദ്ധാന്തമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. നിങ്ങൾ കനകോലു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഉന്മൂലനം ചെയ്യാൻ നടക്കുകയാണോ നൗഷാദ് അലി? അരുൺകുമാർ, നമ്മുടെ ഡിബേറ്റിൻ്റെ 33% ഇവിടെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഏതായാലും CPM പ്രതിനിധി ദീർഘമായി പ്രഭാഷണം നടത്തി, സന്തോഷമുണ്ട്. നിങ്ങളിതിൻ്റെ ഹെഡ്ലൈനായിട്ട് ആരോപണം വാസ്തവം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ മുൻവിധിയോടുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇനിയൊരു ഡിബേറ്റിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ആരോപണവും ഉണ്ട്, അതിൻ്റെ വാസ്തവവും ഉണ്ട്. വാസ്തവം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ഡിബേറ്റ് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും ഇത്രമാത്രം പരസ്യമായിട്ട് പക്ഷപാതിത്വമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ കൈരളി ടി വി ഒക്കെ പൂട്ടിപ്പോകേണ്ടി വരും. അരുൺ, ഇങ്ങനെയൊന്നും നിങ്ങൾ ഞങ്ങൾ വാസ്തവം എഴുതിയിരിക്കുന്നതിൽ ഏതാണ് വാസ്തവമല്ലാത്തത്? ഉദാഹരണത്തിന് സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ കേരള മുഖ്യമന്ത്രിയെ പ്രതി ചേർത്തിട്ടുണ്ടോ ഏജൻസി? നിങ്ങളുടെ ഓരോ വാദങ്ങൾക്കും ഈ സംസ്ഥാനത്ത് പ്രതിവാദങ്ങൾ അരങ്ങേറിയിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ ന്യായാന്യായങ്ങളൊക്കെ നമ്മൾ ആയിരക്കണക്കിന് മണിക്കൂറുകൾ വ്യത്യസ്ത ചാനലുകളിൽ ചർച്ച ചെയ്താണ്. ഏതായാലും അതിലേക്ക് വിശദമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോകാം. ഏതായാലും ഏതെങ്കിലും ഒരു വാസ്തവം നിഷേധിക്കാൻ പറ്റുമോ KP നൗഷാദ് അലി?
എനിക്ക് എല്ലാം നിഷേധിക്കാൻ പറ്റും, ഒന്നൊന്നായി പറഞ്ഞ് എനിക്ക് നിഷേധിക്കാൻ പറ്റും. ഇത് ചാരക്കേസ് വിവാദം ഉണ്ടാക്കിയ പോലെയോ അല്ലെങ്കിൽ സരിത എസ് നായരുടെ വിവാദം ഉണ്ടാക്കിയത് പോലെയോ ഒന്നല്ലല്ലോ. ഇവിടെ കോടതികളൊന്നും വെറുതെ വിട്ടിട്ടില്ലല്ലോ. എല്ലാ കേസിലും നിങ്ങളുടെ പാർട്ടിയുടെ ഭാരവാഹികളല്ലേ? ആരാണ് AKG സെന്റർ ആക്രമിച്ചത്? നൗഷാദ് അലി ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിന് മറുപടി പറഞ്ഞുതരാം. നിങ്ങളുടെ കേരളത്തിൻ്റെ പോലീസ് അന്വേഷിച്ച് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങൾ CPM ആണ് അത് ആസൂത്രണം ചെയ്ത്, അത് CPM ആണ് അതിൻ്റെ പ്രതികളെന്ന് കോൺഗ്രസിൻ്റെ ഏത് ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് എന്ന് നിങ്ങൾ ചോദിച്ചു നടന്നത് നിങ്ങളുടെ നേതാക്കളല്ലേ? അല്ല, കിട്ടിയോ എന്ന് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് പരസ്യമായിട്ട് നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിലോ പറഞ്ഞതായിട്ട് നിങ്ങൾ കാണിച്ചു തരാമെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ സമയക്കുറവുണ്ടെങ്കിൽ വേണ്ട, നമുക്കൊരു അടുത്ത ഡിബേറ്റിനെങ്കിലും നിങ്ങൾ ഒന്ന് കാണിച്ചു തരാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഡിബേറ്റ് ആവാം, നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കാവാം. അരുൺ, അല്ല എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് കാണിച്ചു തരാൻ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വാട്സപ്പിലൂടെ കറങ്ങി നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളോ ട്രോളുകളോ ഒക്കെ വെച്ചിട്ട് പാർട്ടിയുടെ അഭിപ്രായം എന്ന നിലയ്ക്ക് ഇവിടെ ഒരു ഡിബേറ്റിൽ നിങ്ങൾ അങ്ങനെ ഒരു വിഷയം മുന്നോട്ട് വെക്കരുത്. അതാണ് ഞാൻ നിഷേധിക്കുന്നത്. അല്ലാതെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ട്രോൾ ചെയ്തതിൻ്റെ കാര്യമൊന്നും അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ആധികാരികമായിട്ട് ഉത്തരവാദിത്വത്തോട് സമ്മതിച്ചു. അതേ ഞങ്ങൾ എഴുതിയുള്ളൂ. വാസ്തവം ഇതായിരുന്നു. AKG സെന്ററിൽ നിലവിൽ പ്രതികളായിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ്. രണ്ടാമത്തേതിലേക്ക് വരാം. കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാർ അമാന്തം കാണിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷനിൽ വലിയ രീതിയിലുള്ള തടസ്സം നേരിട്ടു. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കാത്തത് നമ്മൾ മറച്ചു വെക്കേണ്ടതുണ്ടോ? അല്ലല്ല, കേന്ദ്ര ഗവൺമെൻറ്റിനെ പഴിചാരിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണെങ്കിൽ ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ അരുൺ? ഇവിടെ ചീഫ് സെക്രട്ടറി ഭരിച്ചാൽ പോരെ? ഇത്തരം ആളുകൾ 60 വണ്ടികളുടെ അകമ്പടിയോടുകൂടി നാട് നീളെ തെണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ? ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകളൊക്കെ നിയമം മൂലം രേഖാമൂലം മാസപ്പടിയൊക്കെ വാങ്ങി മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ഭരിക്കട്ടെ. അല്ലാതെ ഇവിടെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് ഈ പാഴ്ചെലവ്? അപ്പോൾ അത്തരത്തിലൊന്നും നിങ്ങൾ ന്യായീകരണങ്ങൾ നിരത്തി മുന്നോട്ട് പോകരുത് സഖാവ് അരുൺ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സഖാവാക്കണോ മിത്രമാക്കണോ എന്നുള്ള കാര്യം നൗഷാദിലേക്ക് വിട്ടുതരുന്നു. പക്ഷേ വാസ്തവം പറയുമ്പോൾ അതിലേതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേട്ട് ഞാൻ ഭയക്കുന്നു. എന്റെ ചോദ്യമേ ഉള്ളൂ, 10,000 കോടി രൂപ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചത് കിഫ്ബിയുടെ പഴയകാലത്തെ സാമ്പത്തിക ബാധ്യത കൂടി ഈ സർക്കാരിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്കത് അറിഞ്ഞാൽ മതി. ഞാൻ ഒറ്റ കാര്യം, ഇവിടെ ഏതൊരു സാമ്പത്തിക പ്രതിസന്ധിക്കും പരിഹാരം വായ്പ എടുക്കലാണ്. വായ്പ എടുക്കുന്നതിൻ്റെ മുകളിൽ എടുത്തെടുത്തെടുത്ത് മുന്നോട്ട് പോകലാണ് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? പിണറായി ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക KP നൗഷാദ് അലി? ലളിതമായ ചോദ്യമാണ്. നമ്മുടെ വളരെ ചെറിയ വിഭവങ്ങളല്ലേ ഉള്ളൂ, വളരെ കുറഞ്ഞ ബഡ്ജറ്റല്ലേ നമ്മുടേത്. അത് വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. ഈ സർക്കാർ ഞങ്ങളുടേതാണെങ്കിൽ ഞങ്ങളെല്ലാ ചെലവുകളും വെട്ടിക്കുറക്കും അരുൺ. ഞങ്ങളിങ്ങനെ മുഖ്യമന്ത്രി 40 വണ്ടിയിൽ പോകുന്നു, ഉള്ള CPMൻ്റെ സഖാക്കൾക്കൊക്കെ പിൻവാതിൽ നിയമനം, എല്ലാ രംഗത്തും CPMൻ്റെ നിയമനങ്ങൾക്കൊക്കെ ശമ്പളം 2-3 ഇരട്ടി വർദ്ധിപ്പിക്കുക, അതിന് മുൻകാല പ്രാബല്യം നൽകുക, ഇവിടെ കേരളീയം നടത്തുക, ഇവിടെ നവകേരള യാത്ര നടത്തുക, ഇങ്ങനെ ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന വിധത്തിൽ പാഴ്ചെലവ് നടത്തി ഞങ്ങൾ മുന്നോട്ട് പോകില്ല അരുൺ. അത് തന്നെയാണ് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ആ വിമർശനം റഹീം തന്നെ മറുപടി പറയട്ടെ, ഞാനല്ലല്ലോ പറയേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഒരു കാര്യം കൂടി എനിക്ക് KP നൗഷാദ് അലിയോടെ ഉണ്ട്. KP നൗഷാദ് അലി, ഇന്നിപ്പോൾ കനഗോലു സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. അങ്ങനെ ഒരു കനഗോലു സ്ട്രാറ്റജി ഉണ്ടോ? ഇവിടെ ഈ CV രാമൻപിള്ള സിദ്ധാന്തം
പിന്നെ ജഗദീഷ് ചന്ദ്രബോസ് എഫക്റ്റ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കനകോലു സിദ്ധാന്തം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അദ്ദേഹം പറഞ്ഞ കൂറ്റനാട്ടെ അപ്പം തിരുവനന്തപുരത്തേക്ക് ചുരുങ്ങിയ സമയത്തിനകത്ത് എത്തുന്ന പരിപാടിക്കാണോ കനകോലു സിദ്ധാന്തം എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഏതായാലും ഏരിയ സെക്രട്ടറി ആക്കാനൊക്കെ കൊള്ളാത്ത ആളുകളൊക്കെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങളൊക്കെ തുടർക്കഥയാവും. അതൊക്കെ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അരുൺ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ കനകോലു സിദ്ധാന്തം ഏതാണെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഒരു സിദ്ധാന്തം പേടിച്ച് ഇവരൊക്കെ മുട്ടിടിച്ചാണ് കഴിയുന്നതെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾ ധൈര്യപൂർവ്വം പുറത്തിറങ്ങി നടന്നോളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്ദീപ് വാര്യർ, ക്ഷമിക്കണം, അല്പസമയം കഴിഞ്ഞാണ് താങ്കളിലേക്ക് ഞാൻ എത്തുന്നത്. തീർച്ചയായും താങ്കൾക്ക് ആനുപാതികമായ സമയം ഞാൻ അനുവദിക്കുകയും ചെയ്യും. സന്ദീപ് വാര്യർ, നോക്കൂ, ഒന്നാം പിണറായി സർക്കാരുമായി രണ്ടാം പിണറായി സർക്കാരിനെ താരതമ്യം ചെയ്യുമ്പോൾ അതിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതാണ് പാർട്ടി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇന്ന് എം എ ബേബി പച്ചക്കുതിരയിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ ദീർഘമായി പറയുന്നുണ്ട് എങ്ങനെയാണ് വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്, ജനങ്ങളിലേക്ക് എത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. അതോടൊപ്പം പറയുന്നു അപവാദ പ്രചരണം നടക്കുന്നുണ്ട്, ആ അപവാദ പ്രചരണത്തെയും പാർട്ടി നേരിടേണ്ടതുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ഈ തോൽവിയുടെ മറപറ്റി പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ പ്രചരണ സംവിധാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന CPM വാദം എത്രമാത്രം ശരിയാണ് സന്ദീപ് വാര്യർ? ഈ അങ്ങയുടെ പ്രയോഗത്തിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. ഈ പാർട്ടി സമം CPM എന്നൊരു പ്രയോഗം ഒരു ധാരണ പൊതുവെ കേരളത്തിലുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും പാർട്ടികളാണ്. നിങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് CPM-നെ നശിപ്പിക്കാൻ വേണ്ടി ഒന്ന് ചോദിക്കണം. ഇപ്പൊ എല്ലാം പാർട്ടി എന്ന് പറഞ്ഞാൽ സമം CPM, ആ ഒരു വ്യാഖ്യാനത്തിലേക്ക് പൊതുബോധത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന രീതിയിൽ മാധ്യമ പ്രവർത്തകർ സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ട്, ഇത്തരത്തിലൊരു പൊതുബോധം CPM-നെതിരെ സൃഷ്ടിക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തെറ്റ് തിരുത്തലിനെ കുറിച്ച് പറയുന്നവർ തന്നെയാണല്ലോ. എന്ത് തിരുത്തലാണ് നടത്തിയിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ഇവർ ഒരു തിരുത്തലും വരുത്തിയിട്ടില്ല എന്നുള്ളതാണല്ലോ ഈ SFI-ക്കാർ നടത്തുന്ന ഗുണ്ടായിസങ്ങൾ, പല കോളേജുകളിൽ നടത്തുന്ന ഗുണ്ടായിസങ്ങൾ, അതുപോലെ തന്നെ KSEB നടത്തുന്ന കാര്യങ്ങൾ, കണക്ഷൻ കട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ, ഇതെല്ലാം ഇവർ നടത്തുന്ന സമയത്ത് ഇവർ തിരുത്തലിന് തയ്യാറൊന്നുമല്ല. ഇതൊക്കെ വാചക കസർത്ത് മാത്രമാണ്. CPM ഈ തെറ്റ് തിരുത്താൻ തുടങ്ങിയിട്ട് കാലത്രയായി. പണ്ട് വാഴ വെട്ടിയ സമയത്ത് ഒരു അറബിക്കഥ സിനിമയിൽ ശ്രീനിവാസന്റെ സിനിമയിൽ പറയുന്നത് പോലെ ഇപ്പൊ വാഴ വെട്ടുന്നത് തെറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ തിരുത്തുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കിയ ശേഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ ഇതാ തിരുത്തുന്നേ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജനങ്ങളെ കബളിപ്പിക്കലാണ്. CPM അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് അണുവിട മാറാൻ പോകുന്നില്ല. അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള, അങ്ങേയറ്റം അഴിമതിക്കാർ നിറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണത്. അവർക്കതൊന്നും മാറാൻ സാധിക്കുകയില്ല. അവരൊരു ഏകാധിപത്യ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുകയാണ്. രണ്ടാമതും ഭരണം കിട്ടിയതോടുകൂടി ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന അഹങ്കാരത്തോട് മുന്നോട്ട് പോകുന്നു. അതിനെ വെള്ളപൂശാൻ വേണ്ടി പലരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കാർഡുകൾ ഇട്ടുകൊണ്ട് യാഥാർത്ഥ്യം ഇതാണ്, വാസ്തവം ഇതാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ വിട്ടോളൂ, നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയല്ലേ ഇതെല്ലാം ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചിരുന്നത്? ഇനി ഇതെല്ലാം തെറ്റാണെങ്കിൽ സ്വയം വിമർശനപരമാണെന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരമാണോ നിങ്ങൾക്ക് വെളിപാടുണ്ടായത്? നിങ്ങൾക്ക് ഇന്ന് സ്വയം വിമർശനം നടത്തണം. ഇന്ന് വൈകിട്ട് മുതൽ ഇന്ന് വൈകിട്ട് ഞാൻ ഇന്ന് സ്വയം വിമർശനം എന്നങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ശരിയല്ലോ. അല്ലല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. എന്റെ ആർഗ്യുമെന്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഈ സ്വയം വിമർശനം എന്ന് പറയുന്നത് വൈറ്റ് വാഷ് ചെയ്യാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തുള്ള പരിപാടിയാണെന്ന് ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി ചെന്ന് പതിച്ചിട്ടുള്ള വലിയ ഗർത്തത്തിൽ നിന്ന് ഒരു കൈ കൊടുത്ത് രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള അവസാനത്തെ ശ്രമം നടത്തുകയാണ്. നിങ്ങളെ വടം വെച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിലേതുപോലെ ആ കുഴിയിൽ നിന്ന് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമം നിങ്ങൾ നടത്തുകയാണ്. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നടത്തിക്കൊള്ളൂ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണ്ട. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും വിഡ്ഢികളല്ല. അവർക്ക് കൃത്യമായിട്ട് ധാരണയുള്ളത് കൊണ്ടാണ് പോളിംഗ് ബൂത്തിൽ പോയി കൃത്യമായി CPM-നെതിരായിട്ടുള്ള ജനവിധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുത്തണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടമാണ്. അവർ തിരുത്തണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. ജനവിരുദ്ധ നിലപാടുകളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവർക്ക് കനത്ത പരാജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയം ഒന്നുമില്ല. കാരണം അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള, അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞ, അഴിമതി നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ ഒരു സർക്കാരുമായിട്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ ഈ ഏഷ്യൻ പെയിന്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പെയിന്റ് കൊടുന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും വൈറ്റ് വാഷ് ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല. മേക്കപ്പിനൊക്കെ ഒരു പരിധിയുണ്ട് അരുണെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സന്ദീപ് വാര്യർ, നമ്മൾ വാസ്തവം എന്ന് പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഏതാണ് വാസ്തവമായി സന്ദീപ് വാര്യർക്ക് തോന്നിയത്?
നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുത്ത് അല്ല പിന്നെ എന്താ പറയാ ആട് പച്ചില ഇന്നുന്ന പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിയിട്ടല്ല. നിങ്ങൾ ഓരോ മണിക്കൂർ എടുത്ത് ഡിബേറ്റ് ചെയ്തോ. നാളെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഡിബേറ്റ് ചെയ്യേ. ഞാൻ ചർച്ചയ്ക്ക് വരാം. രാവിലെ മുതൽ വൈകിട്ട് വരെ ചർച്ച ചെയ്യണം. 1 മിനിറ്റോ 2 മിനിറ്റോ മുഖ്യമന്ത്രി ലൈഫ് മിഷന്റെ വിഷയത്തിലോ പിണറായി വിജയനെയോ CPM ഏതെങ്കിലും അംഗത്തെയോ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഏജൻസി? അരുൺ ഒരു വിഷയം കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് അരുൺ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ സെറ്റ് ചെയ്ത് അജണ്ട ഓരോ വിഷയത്തിലും വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് സംസാരിക്കാൻ കഴിയൂ സന്ദീപ്. അതിനെ എതിർത്തത് ഞാനല്ല, സന്ദീപാണ്. ഞാൻ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുണെ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് കാര്യം ബോധ്യപ്പെടും. നിങ്ങളൊരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് സ്വർണ്ണക്കടത്ത് വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈഫ് മിഷൻ കേസ് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, കേരളത്തിനുള്ള സാമ്പത്തിക സഹായം കേന്ദ്രം തടഞ്ഞു വെക്കുന്നേ എന്ന വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പോയിന്റുകൾ റേസ് ചെയ്തിട്ടുള്ള ദീർഘമായിട്ടുള്ള ചർച്ചകൾ നമ്മളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ഇനി ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് വസ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ബാക്കിയുള്ള 15 മിനിറ്റ് കൊണ്ട് സാധിക്കില്ല എന്ന് എനിക്കും അരുണിനും അറിയാം. അപ്പൊ അരുണിന്റെ ആവശ്യം എന്ന് പറയുന്നത് പിണറായി വിജയനെ വെള്ളപൂശലാണ്. ആ വെള്ളപൂശാൻ വേണ്ടി നിങ്ങൾ എനിക്ക് അരുണിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. അല്ല, എനിക്കറിയാം സന്ദീപ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാസ്തവം എന്ന് പ്രേക്ഷകരുടെ മുന്നിൽ ഇത് സമർപ്പിച്ചതും. ഞാനതാണ് ചോദിക്കുന്നത്. നമുക്ക് ഓരോരോ പോയിന്റുകളായിട്ട് എടുക്കാം. ആ ഓരോരോ പോയിന്റുകളിൽ എവിടെയാണ് വാസ്തവം, എവിടെയാണ് അവാസ്തവം? മറുഭാഗത്ത് CPM ഭാഗത്ത് നിന്ന് തെറ്റുകുറ്റങ്ങളില്ല എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എതിർഭാഗമുണ്ടോ? നമുക്ക് തർക്കിക്കാം. അരുണെ, CPM അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളെ, ജനവിരുദ്ധമായിട്ടുള്ള ഭരണം സംബന്ധിച്ച് ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചർച്ച ചെയ്താൽ മതി. സംസ്ഥാനത്തെ നെൽകർഷകർക്ക് കൊടുക്കാനുള്ള പണം ഈ നിമിഷം വരെ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കണ്ണീരാണ് കേരളത്തിലെ നെൽകർഷകർക്കുള്ളത്. 100 ആയിരക്കണക്കിന് കർഷകർക്ക് കണ്ണീരാണ് ഇവിടെ വീണുകൊണ്ടിരിക്കുന്നത്. ഒരു മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. കേന്ദ്ര സർക്കാർ നെൽകർഷകർക്കുള്ള MSP അത് വർദ്ധിപ്പിക്കുന്ന സമയത്ത് സംസ്ഥാനം അതിന് ആനുപാതികമായിട്ട് താഴ്ത്തുന്നു. ആ കേന്ദ്രം നൽകുന്ന അധിക വീതം കേരളത്തിലെ കർഷകർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടാതിരിക്കാൻ വേണ്ടി കേരളം അത്രയും തുക താഴ്ത്തിയിട്ട് ആ അനുപാതം താഴ്ത്തി കൊടുക്കുന്നു. ഇതൊക്കെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ? കേരളത്തിലെ കർഷകരോട് എന്തുകൊണ്ടാണ് അങ്ങനെയല്ല? ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു സെക്കൻഡ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ആനുപാതികമായി സമയം തരുമെന്നാണ് അരുൺ പറഞ്ഞത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ. കേരളത്തിന്റെ ലൈഫ് ലൈൻ ആയിട്ടുള്ള പൊതുഗതാഗത സംവിധാനം KSRTCയെ ആദ്യ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ ലാഭകരമാക്കും എന്ന രീതിയിലുള്ള വാഗ്ദാനം നൽകിയിട്ട് അധികാരത്തിൽ വന്നവർ ഇന്ന് KSRTC അവസ്ഥ എന്താ? ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 50,000-ൽ പരം മനുഷ്യർ ജോലി ചെയ്തിരുന്ന ഒരു മഹാപ്രസ്ഥാനമായിരുന്നു KSRTC എങ്കിൽ ഇന്നത് 18,000 20,000 പേരാ ജോലി ചെയ്യുന്നത്. എങ്ങനെ 30,000 പേർക്ക് KSRTCയിൽ മാത്രം ജോലി പോയി? ഇതിന് മറുപടി CPM പറയണ്ടേ? എങ്ങനെ KSRTCയിൽ മനുഷ്യർ ആത്മഹത്യ ചെയ്തു? എങ്ങനെ KSRTCയിലെ പെൻഷൻകാർ ആത്മഹത്യ ചെയ്തു? ജീവനക്കാർ ആത്മഹത്യ ചെയ്തു? ഈ മനുഷ്യരൊക്കെ നാളെ പോയി CPM വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്ങനെ KSRTCയിൽ ആദ്യമായി BMS-ന് അഫിലിയേഷൻ കിട്ടി? അവിടെ എങ്ങനെ അംഗീകാരം കിട്ടി തെരഞ്ഞെടുപ്പിൽ? ഇത് നിങ്ങൾ പരിശോധിക്കണ്ടേ? അപ്പൊ BJPക്കും സംഘപരിവാർ സംഘടനക്കും കേരളത്തിൽ ഇടം കിട്ടുന്നത് നിങ്ങളുടെ ജനവിരുദ്ധ നയങ്ങളോടുള്ള ജനങ്ങളുടെ എതിർപ്പ് കൊണ്ടാണ്. ഇനി ചില കാര്യങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഈ കാർഡിൽ കാണിക്കാത്ത കാര്യങ്ങൾ കൂടി പറയട്ടെ. ഇവിടുത്തെ വിഷയങ്ങളിൽ CPM-ന് അല്ല, നിങ്ങള് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കാർഡിൽ കാണിച്ച കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നെൽകർഷകരുടെ വിഷയം പറഞ്ഞു, KSRTCയുടെ വിഷയം പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ്. ഈ 2 വിഷയങ്ങളും ഇവർക്ക് എന്താ പറയാനുള്ളത്? ഇനി ഒരു കാര്യം കൂടി പറയാം. 91 ഏപ്രിൽ മാസത്തിൽ AK ആന്റണി സർക്കാർ ചാരായം നിരോധിച്ചതിന് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന്റെ പ്രകടനപത്രം നിങ്ങളെടുത്ത് പരിശോധിക്കുക. ചാരായ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കും. കേരളത്തിലെ CPM-ന്റെ രമ്യഹർമ്മ്യങ്ങൾ മുഴുവൻ പണി തീർത്തിട്ടുള്ളത് ഈ ചാരായ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കഠിനാധ്വാനത്തിന്റെ, വേർപ്പിന്റെ, രക്തത്തിന്റെ ഫലമായിട്ടാണ്. നിങ്ങൾ ഇന്നേ വരെ എത്ര ചാരായ തൊഴിലാളികളെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്? ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ചാരായ തൊഴിലാളികൾ മറുപടി പറയട്ടെ. കേരളത്തിൽ കർഷകരെക്കാൾ കൂടുതൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ചാരായ തൊഴിലാളികളാണ്. നിങ്ങൾക്കറിയോ? എല്ലാവരും CITU-കാർ, എല്ലാവരും ബഹുഭൂരിപക്ഷവും ഈഴവ വിഭാഗത്തിൽപ്പെടുന്നവർ.
റഹീമിന് മറുപടി പറയാൻ പറ്റുമോ? നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ പ്രകടനപത്രികയിലുണ്ട് ചാരായ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കും. ബെവറേജസ് കോർപ്പറേഷൻ നടക്കുന്നത് മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളല്ലേ? ശരി, പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളെങ്കിലും താങ്കൾക്ക് റഹീമിനോട് ചോദിക്കാനുണ്ട്. ചാരായ തൊഴിലാളികളുടെ കാര്യം നമുക്കൊന്ന് മറുപടി കേട്ട് വരാം സന്ദീപ്. ഞാൻ സമയം അനുവദിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. റഹീം, പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നൗഷാദ് അലിയും ഒപ്പം തന്നെ സന്ദീപും ചൂണ്ടിക്കാട്ടിയത്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് CPI തന്നെ നേരത്തെ ബിനോയ് വിശ്വം തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. SFIയെ കുറിച്ച് CPIയുടെ വിമർശനമായിരുന്നു നമ്മൾ കേട്ടത്. ആ വിമർശനത്തിൽ പറയുന്നു ഇടതുപക്ഷത്തിന് അർത്ഥം പോലും SFIക്ക് അറിയില്ല എന്ന നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത്. താങ്കൾ ബിനോയ് വിശ്വത്തിന് മറുപടി കൊടുത്തതും നമ്മൾ കേട്ടതാണ്. അപ്പോൾ ബിനോയ് വിശ്വം പോലും ഈ പ്രചരണത്തിൻ്റെ ഈ വലിയ പ്രളയത്തിൽ വീണുപോയി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? താങ്കൾ ആദ്യം പറഞ്ഞപ്പോൾ അങ്ങനെയാണ് താങ്കൾ പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. അതൊന്നുകൂടി വ്യക്തമാക്കിയല്ലെന്നായിരുന്നു. അതൊന്ന്. 2, സന്ദീപിൻ്റെയും നൗഷാദ് അലിയുടെയും വിമർശനങ്ങൾക്കുള്ള മറുപടി. അല്ല, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബിനോയ് വിശ്വത്തിലേക്ക് നിങ്ങൾ അധികം വലിച്ചെടുക്കാൻ നിൽക്കണ്ട. അത് സ്വാഭാവികമായും ഇടതുപക്ഷത്തെ ഐക്യത്തെ ബാധിക്കുന്ന വിധം ഞങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായതിന് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അതിന് നിന്ന് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. ഇവിടെ ഉന്നയിച്ചു ഭരണവിരുദ്ധ വികാരം. ഭരിക്കുന്നൊരു പാർട്ടിയെ സംബന്ധിച്ച് വിമർശനങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടാകുമല്ലോ, അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിലല്ലല്ലോ ഈ ചർച്ച നടക്കുന്നത്. ഞാനത് ചർച്ച ചെയ്യാം, പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. ഇവിടുത്തെ ഭരണവും കേന്ദ്ര ഭരണവും നമുക്ക് വിലയിരുത്താം. പക്ഷേ ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് ഗോൾ പോസ്റ്റ് മാറ്റിവെക്കരുത്. എന്തായിരുന്നു ഇവിടെ വെച്ച ഗോൾ പോസ്റ്റ്? ഇവിടെ വെച്ച പ്രശ്നം, ഇവിടെ തെറ്റായ പ്രചരണങ്ങൾ കൊണ്ടുവരുന്നു. ആ പ്രചരണങ്ങൾ ഉള്ളി തൊലിച്ചു പോകുന്നത് പോലെ അങ്ങ് തൊലി മാറ്റിക്കൊണ്ടു പോയാൽ, തോല് ഉരിച്ചു പോയാൽ ഒന്നുമില്ല, കഥയൊന്നുമില്ല, വസ്തുതയില്ല. അങ്ങനെ കുറേ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. അതിലേതെങ്കിലും ഒരു ഉദാഹരണം തെറ്റാണ് എന്ന്, അത് അരുൺ വെച്ചതോ ഞാൻ വെച്ചതായ ഉദാഹരണം തെറ്റാണ് എന്ന് പറയാൻ ഇരുകൂട്ടർക്കും സാധിക്കുന്നുമില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇനി ഇതിലേക്ക് വരാം. ഗവൺമെൻറ് വിരുദ്ധ വികാരം എന്ന് പറയുന്നു. നിങ്ങൾ ഏത് ഗവൺമെൻറ്റുകളെയാണ് താരതമ്യം ചെയ്യുന്നത്? വളരെ രസകരമായൊരു കാര്യമുണ്ട്. സഖാവ് കാനം രാജേന്ദ്രൻ, സഖാവ് കാനം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ വളരെ ഗംഭീരമായൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പറയുകയാണ് 2ാം പിണറായി സർക്കാർ മോശമാണ്, 1ാം പിണറായി സർക്കാർ ഗംഭീരമായിരുന്നുവെന്ന്. 1ാം പിണറായി സർക്കാർ ഗംഭീരമായിരുന്നുവെന്ന് ആ കാലയളവിൽ ഇവരാരും പറഞ്ഞതായി നമ്മൾ കേട്ടില്ലല്ലോ എന്ന് സഖാവ് കാനം പറയുന്നുണ്ട്. ഇന്ന് 2ാം പിണറായി സർക്കാർ മോശമാണെന്നും അതിലെ മന്ത്രിമാർ മോശമാണെന്നും 1ാം പിണറായി സർക്കാരും അതിലെ മന്ത്രിമാരും ഗംഭീരമാണെന്നും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നവർ അന്നത് പറഞ്ഞതേയില്ല. അന്ന് സർക്കാർ വിരുദ്ധ വികാരമുണ്ടെന്നും സർക്കാർ മഹാകുഴപ്പമാണെന്നും ആ ഗവൺമെൻറ്റിലെ മന്ത്രിമാരാകെ മോശമാണെന്നും മുഖ്യമന്ത്രി അതിലേറെ മോശമാണെന്നും കടക്ക് പുറത്തെന്ന് പറഞ്ഞ മഹാ അപരാധിയാണെന്നും പറഞ്ഞായിരുന്നില്ലേ നിങ്ങളുടെ പ്രചരണം? അതായിരുന്നില്ലേ പ്രചരണം? ഇപ്പോൾ പറയുന്നു അന്നെല്ലാം കൊള്ളായിരുന്നു എന്ന്. അപ്പോൾ എന്താ സാറേ അന്ന് പറയാത്തത്? ഇനി ഓരോ വിഷയത്തിലേക്ക് വാ. എന്താണ് കേരളം? കേരളത്തെ ഞാൻ ഒരു കാര്യം, ഞാൻ കൂടുതൽ കണക്കുകളിലേക്കൊന്നും പോയി സമയം കളയാൻ നിൽക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. 21-ൽ ഞങ്ങൾക്ക് തുടർഭരണം കിട്ടി. ഞങ്ങൾക്ക് തുടർഭരണം കിട്ടിയതിനെ വളരെ കൃത്യമായി അസസ് ചെയ്ത നേതാവ് അത് O രാജഗോപാലാണ്. O രാജഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു: നമ്മളെല്ലാവരും വിവാദങ്ങളുടെ പുറകെ പോയി, സർക്കാർ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും പുറകെ പോയി, ജനം അതിന് ഒപ്പം നിന്ന് വോട്ട് ചെയ്തു. ഇത് O രാജഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ വികസനത്തിൻ്റെയും ക്ഷേമവും നന്നായി നടപ്പിലാക്കിയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ജനം കണ്ടു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന്. ബഹുമാനപ്പെട്ട ശ്രീ ശ്രീധരൻപിള്ള ഇത് ഗവർണറാണ്. അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എന്താ? പ്രകടന പത്രികയിൽ പലതും പറയും, പക്ഷേ പ്രകടന പത്രിക പറയുന്നതല്ല, പറയുന്നത് മാത്രമേ ഉള്ളൂ, നടപ്പിലാക്കാനുള്ളതല്ല. ശ്രീ ശ്രീധരൻപിള്ളയുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ആ പ്രകടന പത്രികയെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് മാറ്റി ഞങ്ങൾ പറഞ്ഞത് നടപ്പിലാക്കി. കൃത്യമായ കാലയളവിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഞങ്ങൾ വികസനവും ക്ഷേമവും ഫലപ്രദമായി നടപ്പിലാക്കി. വികസനവും ക്ഷേമവും നടപ്പിലാക്കിയപ്പോൾ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വന്നു. 2ാം പിണറായി സർക്കാർ തുടർ ഭരണത്തിലേക്ക് വന്നു. അപ്പോഴെന്താ ചെയ്തേ? വികസനവും ക്ഷേമവും മാറണം, വികസനവും ക്ഷേമവും നടക്കരുത്. നടന്നാൽ 3ാം ഭരണത്തിലേക്ക് പോകും. വികസനവും ക്ഷേമവും മുടങ്ങണമെങ്കിലോ പണം ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത് കുറയണം, നമ്മളെ ബുദ്ധിമുട്ടിക്കണം. ഇതല്ലേ സംഭവിച്ചത്? അതിനു നിങ്ങൾ എന്തെല്ലാം വഴി കണ്ടെത്തി? ഇപ്പോൾ ക്ഷേമ പെൻഷനിലേക്ക് വാ, ഞങ്ങൾ കമ്പനി ഉണ്ടാക്കി. കിഫ്ബി ഞങ്ങൾ കമ്പനി ഉണ്ടാക്കി. അങ്ങനെ വ്യത്യസ്തമായ വഴികളിലൂടെ ബഡ്ജറ്റിനപ്പുറത്ത് വിഭവസമാഹരണം നടത്തി ക്ഷേമം, അതോടൊപ്പം തന്നെ വികസനം ഉറപ്പാക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചു. പക്ഷേ അതെല്ലാം സംസ്ഥാനത്തിന്റെ കടബാധ്യതയായി വന്നില്ലേ റഹീം? അതാണ് നൗഷാദ് അലിയും സന്ദീപും ചോദിക്കുന്നത്. അങ്ങ് കേൾക്കൂ, കടമില്ലാതിരുന്നൊരു കാലമുണ്ടോ? ഞാൻ നൗഷാദ് അലിയെ ഒരു അല്പം പുറകിലോട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നൗഷാദ് അലി ഈ ഗവൺമെൻറ്റിനോട് താരതമ്യം ചെയ്യേണ്ട, കേരളം ഭരിച്ച UDF ഗവൺമെൻറ്റുകളെ താരതമ്യം ചെയ്യുക. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം, ഒരു വിശുദ്ധ വചനം പറയാം. എന്താണ് വചനം? സർക്കാർ ഹോസ്പിറ്റലിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി ജോലി ചെയ്ത്, മരണം വരെ സർക്കാരിൻ്റെ പെൻഷൻ പറ്റുന്ന ഏർപ്പാടിനി കേരളത്തിൽ നടക്കില്ല. വിശുദ്ധ വചനം. ആരുടെ വചനം? സാക്ഷാൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ വചനം.
കയ്പ് കഷായം കുടിക്കണം, ഉടുമുണ്ട് മുറുക്കി ഉടുക്കണം, ഖജനാവ് കാലിയായി. ആരുടെ വചനം? ശ്രീ എ കെ ആന്റണിയുടെ വചനം. കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു ഫെഡറൽ തത്വങ്ങൾ ഇതുപോലൊരു ഗവൺമെൻറ് എന്നില്ല. ഏത് BJP ഗവൺമെൻറ് അല്ല. ഇതുപോലെ വേട്ടയാടലില്ല, കോവിഡില്ല, പ്രളയമില്ല, ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയില്ല, റബ്ബറിൻ്റെ ഇത്ര വിലയൊന്നും ഇടിഞ്ഞിട്ടില്ല. അങ്ങനെ കേരളം സുശക്തമായി നിൽക്കുന്ന കാലത്ത് കയ്പ് കഷായം കുടിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണിത്. ഒരു നിമിഷം എനിക്ക് വളരെ പെട്ടെന്ന് മറുപടി എടുക്കണം. അതുകൊണ്ടാണ് ഒരു നിമിഷം വഴങ്ങണം. നൗഷാദ് അലി മറുപടി നടക്കില്ല എന്ന് തിയറി പറഞ്ഞയാളാണ് നൗഷാദ് അലി മറുപടി. UDF-ന്റെ കൺവീനർ. ഒരു നിമിഷം ഒരു നിമിഷം റഹീം നൗഷാദ് അലി. ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പൊ ഈ റഹീമൊക്കെ പറയുന്ന ഈ കാലത്തിൻ്റെ കുറേ മുമ്പ് സഖാവ് EMS 967 കേരളം ഭരിച്ചപ്പോൾ മന്ത്രിമാരുടെ ശമ്പളം വെട്ടിക്കുറച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ. അപ്പോൾ ഇതൊന്നും 2001 കാര്യമോ 2011 കാര്യമൊന്നുമല്ല റഹീമെ. സാമ്പത്തികമായിട്ട് മിതവ്യയം പാലിക്കാൻ മഹാരഥന്മാരായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ EMS ഉണ്ട്, അതിൽ A K ആന്റണി ഉണ്ട്, അതിൽ ഉമ്മൻചാണ്ടി ഉണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരും മന്ത്രിമാരുടെ ശമ്പളവുമെല്ലാം ഈ പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി സംഭാവന ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമിറക്കിയിരുന്നു. അത് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? അല്ല, ഈ 2001 A K ആന്റണി കയ്പ് കഷായം കുടിക്കാൻ പറഞ്ഞപ്പോൾ CPM-ന്റെ നിലപാടെന്തായിരുന്നു? അവർ സെക്രട്ടേറിയറ്റ് വളയായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി മുണ്ടുമുറുക്കാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു CPM-ന്റെ നിലപാട്? അതെന്താ ചോദിക്കാത്തത്? EMS-ന്റെ കാലം തൊട്ട് ശീലിക്കാൻ എല്ലാ മുഖ്യമന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുഖ്യമന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. പ്രളയത്തിന്റെയും കോവിഡിന്റെയും ഗുണഭോക്താക്കളാണ് ഈ രണ്ടാമത്തെ പിണറായി വിജയൻ ഗവൺമെന്റ്. ഞങ്ങളാരും എവിടെയും ഒന്നാം പിണറായി ഗവൺമെന്റ് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വയം തന്നെ ചില വ്യാഖ്യാനങ്ങൾ സൃഷ്ടിച്ച് അതിൻ്റെ പുറത്ത് ചർച്ച നടത്തി രണ്ടാം പിണറായി സർക്കാരിനെ വെള്ളപൂശുന്ന ഈ അഭ്യാസമൊക്കെ കാണുന്നവരിൽ ചിരിയുണർത്തും. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഒന്നാം പിണറായി സർക്കാർ നന്നായിരുന്നു എന്ന്. ഒന്നാം പിണറായി സർക്കാർ ചീഞ്ഞളിഞ്ഞതായിരുന്നു, ഇത് ദുർഗന്ധം വമിപ്പിക്കുന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ദുർഗന്ധത്തിന് വളരെ കൃത്യമായിട്ട് ജനങ്ങൾ മറുപടി നൽകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ CPM-ന്റെ സർക്കാരുകളെ സംബന്ധിച്ച് CPM-ന്റെ നടപ്പ് സർക്കാർ ഈ പറഞ്ഞ ബിനോയ് വിശ്വത്തെയും CPI-യെയും ഒന്ന് തിരുത്തട്ടെ. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് കൊടുക്കേണ്ട റവന്യൂ വിഹിതവും ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തിട്ടുണ്ട്. ധനകാര്യ ധനകമ്മീഷന്റെ വിഹിതം കൊടുത്തിട്ടുണ്ട്. കടം പരിധി വിട്ട് ഉയർത്തി കൊണ്ടുപോകുന്ന കാര്യം മാത്രമേ അവർ തടുത്തിട്ടുള്ളൂ, എതിർത്തിട്ടുള്ളൂ. കണ്ടമാനം കടം വാങ്ങി മുന്നോട്ട് പോകാനുള്ള ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ പറഞ്ഞ പ്രയാണത്തിന് ചില ബെഞ്ച്മാർക്കുകൾ വെച്ചിട്ടുണ്ട്. ചോദ്യമാണ് റഹീം. സന്ദീപ് വാര്യരും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. നെൽകർഷകരുടെ പ്രശ്നം, ഒപ്പം ചാരായ തൊഴിലാളികളുടെ പ്രവർത്തനമടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നാണ് സന്ദീപ് ചോദിച്ചത്. അതിനുള്ള മറുപടി കൂടി വേണം. എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ CPM-നെ തിരുത്താൻ വേണ്ടിയാണോ തീർക്കാൻ വേണ്ടിയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. KP നൗഷാദ് അലിയുടെയും സന്ദീപ് വാര്യരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ റഹീം സന്ദീപ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൂടി വളരെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് താങ്കൾ മറുപടി പറയണം. എനിക്ക് സന്ദീപിലേക്കും നൗഷാദ് അലിയിലേക്കും പോകണം. അവർക്ക് അധിക സമയം അനുവദിക്കണം. റഹീം, ഈ കേന്ദ്ര സർക്കാരിൻ്റെ പണം കൊണ്ടാണ് ഭരണം നടത്തേണ്ടിയിരുന്നതെങ്കിൽ ഇവിടെ ഒരു ചീഫ് സെക്രട്ടറി ഭരിച്ചാൽ പോരായിരുന്നോ എന്നാണ് നൗഷാദ് അലി ചോദിച്ചത്. ഒപ്പം സന്ദീപ് ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള മറുപടി കൂടി. അല്ല, അങ്ങനെയാണെങ്കിൽ നൗഷാദ് അലിയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കർണാടകയോട് ചോദിച്ചാൽ മതി. കർണാടക എന്തിനാണ് ഡൽഹിയിൽ വന്ന് സമരം ചെയ്തത്? അതിനുത്തരം പറഞ്ഞാൽ മതി. ഇനി മാത്രവുമല്ല, രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട UDF-ന്റെ പ്രതിനിധി ശ്രീ ഹാരിസ് ബീരാൻ MP അദ്ദേഹത്തിൻ്റെ കന്നിപ്രസംഗത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ വട്ടം ചുറ്റിക്കുകയാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഞാൻ ഉന്നയിച്ച അതേ കാര്യം ഇതേ കോൺടാക്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ശരി, നിങ്ങൾ കർണാടകയുടെ കാര്യം പറഞ്ഞാൽ മതി. ചീഫ് സെക്രട്ടറിയോട് ഭരിച്ചാൽ പോലെ അവിടെ ചോദിച്ചാൽ മതി എന്തിനാണ് നിങ്ങൾ വന്ന് സമരം ചെയ്തതെന്ന്. പിന്നെ വേറൊരു കാര്യം, 1079 കോടി രൂപ ഇപ്പോഴും കേന്ദ്രം ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് തരാനുണ്ട്. 2 ചാരായ തൊഴിലാളികളുടെ കാര്യം ചോദിച്ചു. ഞങ്ങൾ അക്കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായ പ്രതിബദ്ധതയുള്ളവരാണ്. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള കണക്കുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലില്ല, യാദൃശ്ചികമായി പറഞ്ഞത് കാരണം. ഇനി ആൻറ്റി കുമിഴ്സിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഭാഗം എന്താണ്? നിങ്ങൾ ആൻറ്റി കുമിഴ്സിലേക്കാണല്ലോ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് വെച്ചത്. പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർദ്ധനവിലൂടെ ഈ കേരളത്തിലെ സാധാരണക്കാരായ കുടുംബാംഗങ്ങൾ, രക്ഷകർത്താക്കൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും?
അവരുടെ ജീവിത ചെലവ് എത്ര അതിലൊരു വിഹിതം CPM-ന്റെ ക്ഷേമ പെൻഷന് വേണ്ടുന്ന രീതിയിലുള്ള നയവും എടുത്തിട്ടില്ലേ? ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടും നമ്മൾ സെസ് പിരിക്കുന്നില്ലേ റഹീം? പറയാം. അത് അങ്ങ് കേൾക്കൂ. പെട്രോളിയം സെസ്, ഞങ്ങൾ പെട്രോൾ സെസ്, ഡീസൽ സെസ്സിൽ നിന്ന് ഞങ്ങൾ വാങ്ങുന്നത് എന്തിനാണ്? ഞങ്ങൾ അവിടെയും നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ പെൻഷൻ മുടങ്ങിപ്പോക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു കമ്പനി രൂപീകരിക്കുന്നു. ആ കമ്പനി എടുക്കുന്ന കടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സെസ് ഏർപ്പാടാക്കിയത്. ആ കമ്പനിയെ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കാൻ വിടുന്നില്ലല്ലോ. ഞങ്ങൾ ബഡ്ജറ്റിന് പുറത്താണ് ഏതെടുത്തത്? കിഫ്ബി എടുത്തത്. ഇനി മസാല ബോണ്ട്, നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ വെക്കേണ്ട ഒരു കാർഡായിരുന്നു അത്. മസാല ബോണ്ടിൽ എത്ര കണ്ട് വിവാദമാണ്, എത്ര ദിവസമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോഴാ മസാല ബോണ്ട് മുഴുവൻ തിരിച്ചടച്ചു. കിഫ്ബി ആകാശ കുസുമമായിരിക്കുമെന്ന് നിയമസഭയിൽ പ്രസംഗിച്ചയാൾ പ്രതിപക്ഷ നേതാവാണ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ VD സതീശനാണ്. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ പറഞ്ഞവർ ഇന്ന് എന്താണ് കിഫ്ബിയെ കുറിച്ച് പറയുന്നത്? ഞങ്ങൾ കേരളത്തിലൊരു പുതിയ മാതൃക സൃഷ്ടിക്കുമ്പോൾ അധിക സമയം കിട്ടിയിട്ടുണ്ട്. എനിക്ക് സന്ദീപിലേക്ക് കൂടി പോകണം. താങ്കൾ പറഞ്ഞ മറുപടി കൂടി ഒന്ന് സന്ദീപിൽ നിന്ന് എടുക്കാം. പിന്നെ മസാല ബോണ്ടിന്റെ കാര്യം കാർഡിൽ വെക്കാഞ്ഞത്, അത് നിങ്ങൾ പൈസ അടച്ചു തീർത്തു, പക്ഷേ പലിശ കൊടുത്തതിന്റെ കാര്യത്തിൽ വിയോജിപ്പുള്ളത് കൊണ്ടാണ്. അതിൽ പ്രതിപക്ഷം ഉന്നയിച്ചതിൽ വാസ്തവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ കാർഡ് വയ്ക്കാഞ്ഞത്. ഞാൻ സന്ദീപിലേക്ക് വരാം. സന്ദീപ്, നേരത്തെ ഇപ്പോൾ റഹീം ചോദിക്കുന്നു, 1079 കോടി രൂപ കേന്ദ്രം നെൽ സംഭരണത്തിന് കൊടുക്കാനുണ്ട് എന്നാണ് റഹീം പറയുന്നത്. സന്ദീപ്. അരുണെ, ഞാനും 20 ഏക്കർ സ്ഥലത്ത് എൻ്റെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും നെൽകൃഷി ചെയ്താണ്. ഞങ്ങളും വലിയ സാമ്പത്തിക നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, തൃശ്ശൂർ, പാലക്കാട് ജില്ലയിൽ നെൽകർഷകരായിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടനാട്ടിലൊക്കെ നെൽകർഷകരായിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യരുടെ കണ്ണീരാണ്. നിങ്ങൾ എൻ്റെ രാഷ്ട്രീയക്കാരനായിട്ട് കാണണ്ട, 10,000-കണക്കിന് നെൽകർഷകരുടെ കണ്ണുനീരാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ഇപ്പോഴും 2300 രൂപയാണ് നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചത്. പക്ഷെ കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ കേരളത്തിന്റെ വിഹിതം കുറച്ചു കൊണ്ടുവരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. നിങ്ങളെ തന്നെ റിപ്പോർട്ടർമാർ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഈ കണ്ണീര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ കണ്ണീര് കാണാതെ ഇവിടെ ഇരുന്നിട്ട് കേന്ദ്രം കൊടുക്കാനുണ്ടെന്ന് വെറുതെ ഗിർവാണം നടത്തിയത്. നിങ്ങൾ നയാ പൈസ കൊടുക്കുന്നില്ല. ഇവിടെ സപ്ലൈകോ കൊടുക്കേണ്ട പണം നിങ്ങളൊന്ന് കൊടുത്താൽ മതി, കേന്ദ്രം കൊടുക്കേണ്ട പണം കേന്ദ്രം കൊടുത്തോളും. മറ്റൊന്ന്, ചാരായ തൊഴിലാളിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് ഓടി വിളിച്ചു. എന്തേ അതിന്റെ വിവരം റഹീമിന് ഇല്ലാതെ പോകുന്നു? ചാരായ തൊഴിലാളികൾ, ഞാൻ അരുണോട് ആവശ്യപ്പെടാൻ പോവുകയാണ്. നാളെ ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയായിട്ടേ. നാളെ റിപ്പോർട്ടർ അരുണെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകരെ, നാളെ നിങ്ങൾ കേരളത്തിലെ CITU-കാരായിരുന്ന ചാരായ തൊഴിലാളികളെ വീടുകളിലേക്കൊന്ന് അയക്കണം. നിങ്ങളൊന്ന് അയക്കണം. എന്നൊരു ഫാക്ട് ഫൈൻഡിങ് ഒരു പരിശോധന ടീമിനെ അയക്ക്. എന്നിട്ട് കേരളത്തിലെ ചാരായ തൊഴിലാളികൾ എത്ര പേർക്ക് ബീവറേജസ് ഔട്ട്ലെറ്റിൽ അവരുടെ പുനർനിയമനം നടന്നു എന്ന സമയത്ത് നിങ്ങൾ പരിശോധിക്കുക. എത്ര പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ള കണക്ക് കൂടി ഈ കാർഡായിട്ടൊന്ന് പുറത്തുവിട്. ഒരു BJP-കാരുടെ വീട്ടിൽ നിങ്ങൾ പോകണ്ട. ചാരായ തൊഴിലാളികൾ CIT-കാരുടെ ഏറ്റെടുത്തിരിക്കും. സന്ദീപ്, ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഒരു കാര്യം കൂടി ഇവിടെ KSRTC-യുടെ കാര്യം ഞാൻ പറഞ്ഞു. KSRTC-യെ പോലെ കേരളത്തിന്റെ പെട്രോൾ ഡീസൽ ഞാൻ പൂർത്തിയാക്കട്ടെ. KSRTC-യെ പോലെ കേരളത്തിന്റെ എന്റെ സമയമാണ്. റഹീമെ നിങ്ങൾ രാജ്യസഭയിൽ പോയി കച്ചറ ഉണ്ടാക്കുന്നത് പോലെ റിപ്പോർട്ടർ ചാനൽ ഫ്ലോർ വന്നുണ്ടാക്കല്ലേ. എന്റെ സമയമല്ല, ഞാൻ ഉണ്ടായിരുന്നില്ല നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്. ഇവിടെ KSRTC-യെ കുറിച്ച് ഞാൻ പറഞ്ഞു. KSRTC പോലെ കേരളത്തിന്റെ ലൈഫ് ലൈൻ ആയിട്ടുള്ള പൊതുഗതാഗത സംവിധാനത്തെ മുച്ചൂടും മുടിച്ചവർ, 10,000-കണക്കിന് ചെറുപ്പക്കാരുടെ ജോലി സാധ്യതയെ ഇല്ലാതാക്കിയവർ, കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ലോ ഫ്ലോർ ബസ്സുകൾ മുഴുവൻ ഇപ്പൊ കട്ടപ്പുറത്ത് തുരുമ്പിച്ച് കിടക്കുന്നു എന്ന് റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തെ മുഴുവൻ തകർത്തെറിഞ്ഞവർ. ഇനി ഞാൻ ചില കാര്യം കൂടി പറയാം. നീംജി ഓട്ടോ തുടങ്ങി. എന്താ അവസ്ഥ? നീംജി എടുത്തവർ മുഴുവൻ 3G ആയി, അല്ലേ? ഇവിടെ കൊക്കോണിക്സ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് കമ്പനി തുടങ്ങി. കുട്ടികളുടെ കുടുക്കപ്പണം കൂടി അടക്കം KSF-ൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് നിങ്ങൾ കൊക്കോണിക്സ് ലാപ്ടോപ്പ് കൊടുക്കുന്നു പറഞ്ഞു. ഇന്ന് ലാപ്ടോപ്പ് പോയിട്ട് കുട്ടികൾക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? എത്ര പേർക്ക് നിങ്ങൾ കൊടുത്തു? എവിടെ കൊക്കോണിക്സ് ലാപ്ടോപ്പ്? നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, വാക്സിന്റെ കാര്യം പറയണ്ട, അത് പോട്ടെ. ഇവിടെ നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ കിഫ്ബിയുടെ കാര്യം റഹീം പറഞ്ഞു. റഹീമെ, കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം ഓഫ് ബജറ്റ് ബോറോയിങ് നടത്തുന്നത് ഭരണഘടനാപരമായി തെറ്റാണ് എന്ന് പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള CAG ആണ്. CAG-യുടെ കണ്ടെത്തലാണ്. അതെങ്ങനെയാണ് നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ തലയിലും മാധ്യമങ്ങളുടെ തലയിൽ ഇടുന്നത്? നടത്തുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷം കണ്ടെത്തിയിട്ടുള്ളതല്ല. നിങ്ങൾ 9% പലിശയ്ക്ക് എടുത്തത് അത് തെറ്റാണ്. മസാല ബോണ്ടിന്റെ കാര്യത്തിൽ തർക്കത്തിലില്ലാത്തത്. ഒരു കാര്യം കൂടി നൗഷാദ് അലി, ചുരുക്കത്തിൽ സർക്കാർ ഭരണവിരുദ്ധ വികാരം മനസ്സറിഞ്ഞ് പരിശോധിച്ച് തെറ്റിതിരുത്തി നടപടികളുമായി മുന്നോട്ട് വരുന്നു. പലതരത്തിൽ ആത്മവിമർശനങ്ങൾ നടത്തുന്നു. ഇന്ന് MA ബേബി തന്നെ പച്ചക്കുതിരയിൽ ദീർഘമായൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പാർലമെന്ററി തലത്തിലും ഒപ്പം തന്നെ സംഘടനാ തലത്തിലും
ഒക്കെ ബഹുവർഗ സംഘടനകൾക്കിടയിലും പാർട്ടിക്ക് പിന്തുണ നഷ്ടപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കണമെന്നാണ്. അങ്ങനെ പരിശോധിക്കാൻ പാർട്ടി ഒരുങ്ങുന്നു. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് നഷ്ടപ്പെട്ടത് കോൺഗ്രസിനാണ്. നിങ്ങൾ അത് ഏത് രീതിയിലായിരിക്കും പരിശോധിക്കുക നൗഷാദ് അലി? ഏതായാലും ജനങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റും എന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടെ പരിഹരിക്കാൻ ഞങ്ങളില്ല. ആരെങ്കിലുമൊക്കെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്നാൽ അവരെ വിവരദോഷികളെന്ന് പരസ്യമായിട്ട് ആക്ഷേപിക്കാനും ഞങ്ങളില്ല. ഞങ്ങൾ ഡൗൺ ടു എർത്തായിട്ട് ജനങ്ങളുടെ മുമ്പാകെ നമ്രശിരസ്കരായി കൂപ്പുകൈകളോടെ ചെന്നിട്ട് വല്ല കാര്യങ്ങൾ പരിശോധിച്ച് തെറ്റൊക്കെ തിരുത്തും. ഈ വിജയങ്ങൾ ആവർത്തിച്ച് മുന്നോട്ടുള്ള നടപടി സ്വീകരിക്കുമാരുണ്ട്. അതിനൊന്നും തർക്കം വേണ്ട. ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചു തരാം. അതായത് ഇവിടെ കർണാടകയിൽ 5 പരിപാടി ജനക്ഷേമകരമായിട്ട് നടത്തി എല്ലാ തരത്തിലും അവിടെ വളരെ പരാതിയില്ലാത്തൊരു സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ കേരളത്തെ അപേക്ഷിച്ച് ഡീസലിനും പെട്രോളിനും ഒക്കെ 8-10 രൂപ കുറവുമാണ് വില. അപ്പോൾ ആ സംസ്ഥാനത്ത് ചൂണ്ടിക്കാട്ടി നിങ്ങൾ കേരളമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട. എല്ലാ BJP ഇതര സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തോട് പരാതിയുണ്ട്, കേന്ദ്ര അവഗണനയെക്കുറിച്ച് പരാതിയുണ്ട്. പക്ഷേ ആ സംസ്ഥാനങ്ങളൊക്കെ സ്വന്തം ദൗത്യം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടിട്ടല്ല അത് പറയുന്നത് എന്ന് പെട്രോളിന്റെ ഡീസലിന്റെ വില വർധനവില് വല്ല പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിന് വില കേരളത്തിൽ കൂട്ടിയിട്ടാണോ പ്രതികരിക്കേണ്ടത്? കേരളത്തിൽ വില പെട്രോളിനും ഡീസലിനും സെസ് കൂട്ടിയിട്ട് അവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനയെ കുറിച്ചൊക്കെ പരിതപിക്കുന്ന റഹീമിനെ ഓർത്ത് പ്രേക്ഷകരെ മൂക്കത്ത് വിരൽ വെക്കും. അത്രേ ഉള്ളൂ. മറുപടി അല്ല, ഒരു കാര്യം ഞാൻ ഔഷാദിലേക്ക് മറുപടി പറയട്ടെ. പരിഹരിക്കുമെന്ന് പറഞ്ഞു. എന്താ ഈ ഡൗൺ ടു എർത്ത്? ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാല് ഈ എർത്തിന്റെ അടിയിൽ കൂടോത്ര സാധനങ്ങൾ കുഴിച്ചിടുന്നതാണോ ഡൗൺ ടു എർത്ത്? കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ ഡൗൺ ടു എർത്ത് ആണ്. ആ ഡൗൺ ടു എർത്തിൽ നമ്രശിരസ്കരാകുമെന്നാണ് പറഞ്ഞത്. എർത്തിനടിയിൽ കൂടോത്ര സാധനങ്ങൾ കുഴിച്ചിട്ട് നമ്രശിരസ്കരായി നിൽക്കുന്ന കൂടോത്ര രീതിയെക്കുറിച്ചായിരിക്കും നൗഷാദ് അലി പറഞ്ഞ ഡൗൺ ടു എർത്ത് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി ഇവിടെ ഇദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ സന്ദീപ് വാര്യർ പറയുകയാണ് KSRTCക്ക് ഈ ഗവൺമെൻറ് മാത്രം എത്രയാണ് കൊടുത്തത്? എത്ര കോടിക്കണക്കിന് രൂപയാണ് ഈ ഗവൺമെൻറ് മാത്രം കൊടുത്തത്? നെല്ല് കർഷകരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, താങ്ങുവിലയുടെ കാര്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം നെൽകർഷകർക്ക് താങ്ങുവില കൊടുക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനം കുറച്ചു എന്നതാണ് സന്ദീപിന്റെ വാദം. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, ഒരു കാര്യം കേൾക്കൂ, ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നു. ഇവിടെ കേരളത്തിൽ കർഷകരെയാകട്ടെ, കർഷക തൊഴിലാളികളെയാകട്ടെ, കേരളത്തിൻ്റെ പൊതുവിതരണ ശൃംഖലയാകട്ടെ, പൊതുവിദ്യാഭ്യാസമാകട്ടെ, ഞങ്ങളുണ്ടാക്കുന്ന ഇവിടെയുള്ള ഇക്കോസിസ്റ്റം ഈ ഇന്ത്യയിലെ മറ്റ് ഏതൊരു സ്റ്റേറ്റിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസർ തന്നെ, IPS ഓഫീസറുടെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ കണ്ടു. അദ്ദേഹം മറ്റ് പല സംസ്ഥാനങ്ങളിലും ജോലി ചെയ്തതിൻ്റെ താരതമ്യം പറയുന്നുണ്ട്. നിങ്ങൾ ഏത് കാര്യത്തിലാണ്? ഞങ്ങളുടെ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ പുരോഗതി ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ശരി, അത് പൊതുസമൂഹത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ സന്ദീപ് വാര്യർ, KP നൗഷാദ് അലി ചർച്ചയിൽ ചേർന്നതിന്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയോ കക്ഷിയോ വെള്ളപൂശലായിരുന്നല്ലേ ചർച്ചയുടെ ലക്ഷ്യം? വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചില പൊതുബോധ്യങ്ങൾ അത് ചിലർക്ക് വിഷമകരവും അപ്രിയകരവുമായി തീരും. പക്ഷേ അതിന് മാധ്യമങ്ങളെ ഒന്നാകെ പഴിച്ചിട്ട് കാര്യമില്ല. ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് പാർട്ടിക്കും ബോധ്യപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.